ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ മുമ്പുള്ള സെന്റൻസിൽ നിന്ന് കുറച്ച് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്താ പറഞ്ഞേ? മുമ്പുള്ള സെന്റൻസിൽ നിന്ന് കുറച്ച് ആളുകളെ എന്താക്കുക? കൊണ്ടുവരിക. ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഒഴിവാക്കുക. ഒഴിവാക്കുക. മുമ്പുള്ള നിയമത്തിൽ നിന്ന്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണിത്. ഏത് ഭാഗത്താ വരുന്നതെന്ന് അറിയില്ല നമ്മുടെ പുസ്തകത്തില്. മുമ്പുള്ള സെന്റൻസിൽ നിന്ന് കുറച്ച് ആളുകൾ എന്താക്കുക? ഒഴിവാക്കുക. പിന്നെ ഉദാഹരണം നോക്കോളെ. ജാഅൽ ഖൗമു. ജാഅൽ ഖൗമു എന്താണ്? ജാഅൽ ഖൗമു എന്താ അർത്ഥം? സമൂഹം വന്നു. ഈ ഇല്ലക്കാണ് ഇസ്തിദ്ന എന്ന് പറയാ. ഇല്ല ഹർഫി ഇസ്തിദ്ന. സൈദൻ മുസ്തതിന. ഈ കൗമിൽ ആര് പെട്ടത്? സെയ്ദ്. ഈ കൗമിൽ ആര് പെട്ടത്? സെയ്ദ് പെട്ടത്. ഉൾപ്പെട്ട സെയ്ദിനെ കൊണ്ടുവരികയാണ്, നിയമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലാരും വന്നു, പക്ഷെ ആരൊഴികെ? സെയ്ദ് ഒഴികെ. സെയ്ദ് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. ഈ ഇല്ലന്റെ പേരെന്താണ്? ഇസ്തിദ്ന. എന്താ പറയാ? ഇസ്തിദ്ന. രണ്ടാമത്തത് ഇല്ലന്റെ ശേഷം വരുന്ന പേര് മുസ്തസിന. മുസ്തസിന. എന്താ? മുസ്തസിന. മൂന്നാമത്തത് ആരിതസിന മിൻഹു. പുറത്താക്കിക്കണേ. അങ്ങനെ ഇല്ലർബി ഇസ്തിദ്ന. സൈദൻ മുസ്തസിന. മുസ്തദിന മിൻഹു. ഈ സൈദിനെ ആരിൽ നിന്നാ പുറത്താക്കിക്കണേ? ഖൗമിൽ നിന്ന്. അപ്പൊ ഈ കൗമിനാണ് എന്തെന്ന് പറയുന്നത്? മുസ്തസ്ന മിൻഹു. ആരിൽ നിന്നാണോ പുറത്താക്കിയത്? ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില ആളുകൾ എന്താക്കുക? എന്തിൽ നിന്ന് ഒഴിവാക്കുക? ഹുക്കുമിൽ നിന്ന് ഒഴിവാക്കുക. ഇവിടെ ഹുക്കും എന്താണ്? വന്നിക്കണ് എന്നാണ് ഹുക്കും. ആ വന്നിക്കണ് എന്നറിയണ ഹുക്കുമിൽ നിന്ന് ആരൊഴിവാക്കി? സെയ്ദിനെ. അപ്പൊ ഇതിന് പറയേണ്ടത് ഇല്ല ഹർഫി ഇസ്തിദ്ന സൈദൻ മുസ്തതിന
ആരിൽ നിന്നാണ് സൈദിനെ പുറത്താക്കണേ? അതിനാണ് അറബിയിൽ എന്ത് പറയാ? മനസ്സിലായോ? ആ കൗമ എന്നുള്ളതാണ് മുസ്തദിന മിൻഹു. മിന്നു പറഞ്ഞെന്താ? അതിൽ നിന്ന് പുറത്താക്കി. ഏതിൽ നിന്നാ പുറത്താക്കിക്കണേ? കൗമിൽ നിന്ന്. അപ്പൊ കൗമിനാണ് എന്ത് പറയുന്നത്? ഒന്ന് ഇസ്തിന, രണ്ട് മുസ്തസിന, മൂന്നാമത്തത് മുസ്തസിന മിൻഹു. ആ ഇനി പറയാൻ പോകുന്നത് ജാഅൽ ഖൗമു, ഖൗമ് വന്നു. അപ്പൊ അത് മുസ്ബത്ത മൻഫിയ? സ്ഥിരീകരണാണോ നിരാകരണാണോ? സ്ഥിരീകരണം. അതിനാണ് അറബിയിൽ എന്തെന്ന് പറയാ? മുസ്ബത്ത്. മാ ജാഅൽ ഖൗമു എന്താ? അത് മുസ്ബത്ത് അല്ലാതെ ഏതാണ്? മുസ്ബത്തിന്റെ നേരെ വിപരീതമാണ് മൻഫി. എന്താ മുസ്ബത്ത് പറഞ്ഞ? സ്ഥിരീകരണം. മൻഫി എന്ന് പറഞ്ഞാലോ നിരാകരണം. എന്താണ്? നിരാകരണം. ഇങ്ങനെ ഈ സെന്റൻസ് മുസ്ബത്താണെങ്കിൽ മുസ്തദിനാക്ക് നസ്ബ് നിർബന്ധമാണ്. എന്ത് സെന്റൻസ് ഏതാണെങ്കില്? മുസ്ബത്താണെങ്കിൽ ഇല്ലന്റെ ശേഷം വരുന്ന മുസ്തദിനാക്ക് എന്ത് നിർബന്ധമാണ്? നസ്ബ് നിർബന്ധമാണ്. വേറെ ഒന്നും പറ്റൂല. എങ്ങനെ തന്നെ വായിക്കണം? ഇല്ലാ സൈദൻ. അവിടെ സൈദുൻ എന്നോ സൈദിൻ എന്നോ ഒന്നും വായിക്കാൻ പറ്റൂല. ഇവിടെ ജാഅ ഫീൽ മാദി അൽ ഖൗമു. ഖൗമൻ എന്താ? ജാഅ ഫീൽ മാദി അൽ ഖൗമു മുസ്തസ്ന മിൻഹു. ജാഅ എന്നുള്ളത് ഫീൽ മാദി, അതിന്റെ ഫായിലാണ് ഏത്? അൽ ഖൗമു. ഖൗമു. ഇല്ല ഹർഫി ഇസ്തിനാ സൈദൻ മുസ്തദിനാ. മുസ്തദിനാ ബിഹി. മുസ്തദിനാ ബിഹി എന്നാ പറയാ സൈദിന്. ആരെ പുറത്താക്കിയിരിക്കണത്? സൈദിനെ. അപ്പൊ ഇങ്ങനെ വന്നാൽ അപ്പൊ ഇല്ലന്റെ ശേഷം വരുന്ന മുസ്തദിനാ ബിഹിക്ക് നസ്ബ് നിർബന്ധമാണ്. എപ്പോ? സെന്റൻസ് ഏതാണെങ്കില്? സ്ഥിരീകരണമാണ്. മുസ്ബത്താണെങ്കില്. എന്താണെങ്കില്? മുസ്ബത്താണെങ്കില്. ഇപ്പോ ജാഅനി അൽ ഖൗമു ഇല്ലാ സൈദൻ. റഅയ്തു അൽ ഖൗമ. എന്താ അർത്ഥം? എന്താ റഅയ്തുൽ ഖൗമ പറഞ്ഞാ? ഞാൻ സമൂഹത്തെ കണ്ടു. ഇവിടെ ഖൗമ എന്നുള്ളത് ഫായിലാണ്. ഇവിടെ ഖൗമ എന്നുള്ളത് ഏതാ? മഫൂല. ആരൊഴികെ? ഇല്ലാ സൈദൻ. ആരൊഴികെ? സൈദൊഴികെ. കണ്ടോ? മുസ്തദിനാബിക്ക് മർഫൂആകുമ്പോഴും മുസ്തദിനാക്ക് നസ്ബന്നെ, മൻസൂബാകുമ്പോഴും പണി മൻസൂബന്നെ. പോലെ മറർത്തു. എന്താ മറർത്തു പറഞ്ഞാ? ഞാൻ നടന്നു. ബിൽ ഖൗമി. എന്താ അർത്ഥം? സമൂഹത്തിന്റെ കൂടെ. ഒരു സമൂഹത്തിന്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു. ആരൊഴികെ? ആരൊഴികെ?
ഒഴികെ കേട്ടോ. 3 സ്ഥലത്തും സെയ്ദിന് നസ്ബാണ്. എന്തുകൊണ്ട്? ഇത് 3 സെന്റൻസും ഏതാണ്? മുസ്ബത്താണ്. എന്താണ് മുസ്ബത്ത്? മുസ്ബത്ത് പറഞ്ഞാൽ സ്ഥിരീകരണം. തിരിഞ്ഞില്ലേ? മനസ്സിലായോ നമുക്ക്? ആരോട് തിരിയാ? എന്താ പറഞ്ഞ ഞാന്? ഇസ്തിത്ന എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. മുമ്പത്തെ നിയമത്തിൽ നിന്ന് ചിലതിനെ എന്താക്കുക? ഒഴിവാക്കുക. ആ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഏത്? ഇല്ല. ആ ഇല്ലന്റെ പേരാണേത്? അദാത്തുൽ ഇസ്തിത്നാ. എന്താ പറയാ? അദാത്തുൽ ഇസ്തിസ്നാ. എന്താ അർത്ഥം? പുറത്താക്കാൻ ഉപയോഗിക്കുന്ന ആയുധം. ഈ സൈദിനെ പുറത്താക്കാൻ ഉപയോഗിച്ച ആയുധം ഇവിടെ ഏതാ? ഇല്ല. ആ ഇല്ലക്കാണ് എന്തെന്ന് പറയുന്നത്? ഇസ്തിത്നാ. ആ ഇല്ലന്റെ ശേഷം വരുന്ന നൗണിന് മുസ്തഖിന. ഈ സൈദിനെ ആരിൽ നിന്നാ പുറത്താക്കിയിരിക്കണേ? അതിനാണ് അറബിയിൽ എന്തെന്ന് പറയാ? മുസ്തഖിന മിൻഹു. അപ്പൊ ഈ ഖൗമ എന്നുള്ളടത്ത് ഈ 3 സ്ഥലത്തും ഖൗമ ഏതാണ്? ഏതാ? മുസ്തഖിന മിൻഹു. മുസ്തഖിന മിൻഹു ആണ്. ഈ 3 സ്ഥലത്തും ഇല്ലന്റെ പേരെന്താണ്? ഇസ്തിത്ന. സെയ്ദ് എന്നുള്ളതിന്റെ പേരെന്താണ്? മുസ്തഖിന. അപ്പോ ഇല്ല കൊണ്ട് പുറത്താക്കുമ്പോ നമ്മൾ നോക്കണം, സെന്റൻസ് മുസുബത്താണെങ്കിൽ ആ ഇല്ലന്റെ ശേഷം വരുന്ന നൗണിന് എന്ത് നിർബന്ധമാണ്? എന്ത് നിർബന്ധമാണ്? നസ്ബ് നിർബന്ധമാണ്. ഇനിയോ ഈ സെന്റൻസ് മംഫിയാക്കി എന്ന് വെക്കുക. എങ്ങനെ മംഫിയാക്കുക? പറയും. നിഷേധത്തിന്റെ അപ്പൊ ഏതെടുത്ത് കൊടുത്താൽ മതി? അപ്പൊ എന്താ അർത്ഥം? എന്റെ അടുക്കൽ വന്നിട്ടില്ല. അൽ ഖൗമു, ആര് വന്നിട്ടില്ല? സമൂഹം വന്നിട്ടില്ല. ഖൗമ് വന്നിട്ടില്ല. ആരൊഴികെ? ഇല്ല സൈദുൻ. ഇല്ല സൈദുൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാതിരിക്കണ്ട. കലാമ് മുസുബത്താണെങ്കിൽ മുസ്തഖിനാക്ക് എന്ത് നിർബന്ധാണ്? നസ്ബ് നിർബന്ധാണ്. ഇനി മുസുബത്തിന്റെ നേരെ എതിരാണ് ഏത്? മംഫി. കലാമ് മംഫി ആണെങ്കിൽ ആ മുസ്തഖിന മിന്നൂന്റെ അതേ ഇഅ്റാബാണ് ഇസ്തിത്നാക്ക് ഉണ്ടാകുക. അതിന് ബദല് എന്നാ പറയാ. ഉദാഹരണം പറഞ്ഞാൽ മാജാഅനി, എന്റെ അടുക്കൽ വന്നിട്ടില്ല. അൽ ഖൗമു, ഖൗമു വന്നിട്ടില്ല. ഇല്ലാ സൈദുൻ, ആരൊഴികെ? സൈദൊഴികെ. ഇവിടെ കലാമ് മുസ്ബത്തല്ല, പിന്നെ ഏതാ? കലാമ് മംഫിയാണ്. അപ്പൊ മംഫി ആവുമ്പോ എന്താ കാട്ടുക? ഇവിടെ മുസ്തഖിനാമിന്റെ ഇറാബ് ഏതാ? മർഫൂആണ്. അപ്പൊ സൈദിന് എന്ത് വേണം? റഫ്ഉ വേണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, സെന്റൻസ് മംഫി ആണെങ്കിൽ, നിഷേധമാണെങ്കിൽ മുസ്തഖിന മിന്നൂന്റെ അതേ ഇറാബാണ് ആർക്ക് ഉണ്ടാകുക? ഇസ്തിത്നാക്ക് ഉണ്ടാകുക. മുസ്തഖിന മിന്നു മർഫൂ ആണോ? മുസ്തഖിനാക്ക് മർഫൂ. മുസ്തഖിന മിന്നു മൻസൂബാണോ? ഇസ്തിത്നാക്ക് മൻസൂബ്. മുസ്തഖിന മിന്നു മജ്റൂർ ആണോ? മുസ്തഖിനാക്ക് എന്തുവാണോ? ജറുവാണോ? ഇപ്പൊ ഇവിടെ കണ്ടോ? മാറഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. അൽ ഖൗമ, ഖൗമിനെ കണ്ടിട്ടില്ല. ഇവിടെ ഏതാ മുസ്തഖിന മിന്നു? അൽ ഖൗമ. ആ ഖൗമനെ മുസ്തഖിന മിന്നിന്റെ ഇറാബ് ഇവിടെ എന്താ? മൻസൂബാണ്. അപ്പൊ ഇല്ലന്റെ ശേഷം വരുന്ന സൈദിനും എന്ത് നിർബന്ധാണ്? നിർബന്ധാണ്. ഇവിടെ കണ്ടോ? ഖൗമു മർഫൂആയപ്പോ സൈദിന് മർഫൂഉ. ഖൗമ മൻസൂബായപ്പോ സൈദിന് എന്ത്? മൻസൂബായി.
ഇനി ആ മുസ്തദിനാ മിന്നൂന് മജ്റൂറാണെങ്കിലോ ഇല്ലന്റെ ശേഷം എന്ത് ചെയ്യണം? ജർ ചെയ്യണം. അപ്പൊ എങ്ങനെ പറയാ? മാ മറർത്തു, ഞാൻ നടന്നിട്ടില്ല, ബിൽ ഖൗമി, ഖൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നിട്ടില്ല, ആരൊഴികെ, ഇനി ഒന്നിക്ക്. അപ്പൊ നെസ്ബ് ഈ ഇല്ലന്റെ ശേഷമുള്ള മുസ്തദിനാക്ക് എപ്പോഴാണ് നെസ്ബ് നിർബന്ധാണ് പറഞ്ഞത്? കലാം ഏതാണെങ്കിലാണ്? ആണെങ്കിലാണ്. എന്നാൽ കലാമ് മൻഫി ആണെങ്കിലോ ഇല്ലന്റെ ശേഷമുള്ള മുസ്തദിനാക്ക് എന്തിന്റെ ഇറാബ ഉണ്ടാകുക? മുസ്തദിന മിന്നൂന്റെ ഇറാബ ഉണ്ടാകുക. മുസ്തദിനാമിന്റെ മർഫു ആണോ ഇല്ലന്റെ ശേഷം റഫഉ ആണോ? മുസ്തദിനാ മിന്നൂന് നസ്ബാണോ ഇല്ലന്റെ ശേഷം നസ്ബു ആണോ? മുസ്തദിനാ മിന്നൂന് ജറാണോ ഇല്ലന്റെ ശേഷം ഏത് വേണം? വേണം, ജറു വേണം. തിരിഞ്ഞിക്കണമെങ്കിൽ തിരിഞ്ഞിക്കണേ, അല്ലെങ്കിൽ ക്ലിയർ ആണ്. ആർക്കാ തിരിയാത്തത്? എത്ര ആളാണ് ഉള്ളത്? 6 ആളോ? ഓ, ക്ലാസ് ഒക്കെ വലിയ ക്ലാസ് ആയി തുടങ്ങിയിരിക്കണം. എത്ര ആളാ ഉള്ളത് തന്നെ ഇതിലറിയാം. ഒക്കെ നോക്കിയടുത്തിന് മറ്റേ റസീന് ഇനി ഓളൊന്നും അഡ്രസ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട് ഇപ്പൊ. അത് ശരി, ഓള് അറിയിച്ചത് നന്നായി. ഏതാലോചിച്ച് എന്തേന്ന് അറിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? മറക്കണ്ട, ഇസ്തിത്നാ. എന്താണ് ഇസ്തിത്നാ എന്ന് പറഞ്ഞാൽ? മുമ്പുള്ള നിയമത്തിൽ നിന്ന് ചിലതിനെ എന്താക്കുക? ഒഴിവാക്കുക. മുമ്പത്തെ ഹുക്കുമിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക. അപ്പൊ ഹുക്കുമ് വന്നിട്ടില്ല എന്നാണെങ്കിൽ ഇല്ലന്റെ ശേഷം ഉള്ളത് എന്തേക്കാരാം? ഹുക്കുമ് വന്നിട്ടില്ല എന്നാ. അപ്പൊ ഇല്ലന്റെ ശേഷം എന്തേക്കാരാം? വന്നിക്കണേക്കാരാം. അപ്പൊ മാജാൽ കൗമു എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. ഇല്ല സൈദൻ, ആരൊഴികെ? സെയ്തൊഴികെ. അപ്പൊ സെയ്ദ് എന്ത് ചെയ്തിക്കണേ? വന്നിക്കണേ. ഇനി ജാഅൽ കൗമു എന്താ അർത്ഥം? സമൂഹം വന്നു. ഇല്ല സൈദൻ, ആരൊഴികെ? സെയ്ദ് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അപ്പൊ ഇസ്തിദ്നാ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പത്തെ നിയമത്തിൽ നിന്ന് ചിലതിനെ എന്താക്കുക? പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അവിടെ അദാത്തുൽ ഇസ്തിദ്നാ, മുസ്തദിന മിൻഹു, മുസ്തദിന. ഇല്ലക്കാണ് എന്തെന്ന് പറയാ? അദാത്തുൽ ഇസ്തിദ്നാ. ഇല്ലന്റെ ശേഷം ലീനാണ് എന്തെന്ന് പറയാ? മുസ്തദിന. ഏതിൽ നിന്നാ പുറത്താക്കിക്കണേ അതിനാണ് എന്തെന്ന് പറയാ? മിൻഹു. അപ്പൊ ഇസ്തിദ്നാ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പത്തെ നിയമത്തിൽ നിന്ന് ചിലതിനെ എന്താക്കുക? പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? സെന്റൻസ് മുസ്ബത്ത് മൻഫി എന്നുള്ള 2 പരിഗണന ഉണ്ട്. മുസ്ബത്ത് പറഞ്ഞാൽ സ്ഥിരീകരണം, മൻഫി പറഞ്ഞാലോ നിരാകരണം. വന്നിട്ടില്ല. അപ്പൊ കലാമ് മുസ്ബത്താണെങ്കിൽ, സെന്റൻസ് ഏതാണെങ്കിൽ സ്ഥിരീകരണമാണെങ്കിൽ ഇല്ലന്റെ ശേഷമുള്ളതിന് നസ്ബ് നിർബന്ധമാണ്. എന്താ പറഞ്ഞേ? മുസ്ബത്താണെങ്കിൽ ഇല്ലന്റെ ശേഷം വരുന്ന നൗണിന് എന്ത് നിർബന്ധമാണ്? നസ്ബ് നിർബന്ധമാണ്. എന്നാൽ കലാം ഏതല്ല? മൻഫിയാണ്, നസ്ബത്തല്ല. അങ്ങനെയാണെങ്കിൽ ആ മുസ്തസിനാക്ക് എന്തിന്റെ ഇറാബ കൊടുക്കേണ്ടത്? മിന്നൂന്റെ ഇറാബാണ് കൊടുക്കുക. മുസ്തദിന മിന്നൂന് മർഫൂആണോ ഇല്ലന്റെ ശേഷം മർഫൂ? മുസ്തദിന മിന്നൂന് നസ്ബാണോ ഇല്ലന്റെ ശേഷം നസ്ബ്? മുസ്തദിന മിന്നൂന് ജറാണോ ഇല്ലന്റെ ശേഷം എന്ത് വേണം? ജറ് വേണം. ഇതാണ് ഇസ്തിദ്നാ. ഇതൊരു ചെറിയ പറച്ചിലാണ്. ഇതിന്റെ
വിശദീകരണം വേറെ ഏതോ പുസ്തകത്തിലുണ്ട്, ഏത് വാർത്താപ്പ് എനിക്കറിയില്ല. നിങ്ങളിപ്പോ ഒന്ന് ഇത്ര പഠിക്കണ്ടുള്ളൂ. ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പത്തെ ഹുക്കുമിൽ നിന്ന് ചിലതിനെ എന്താക്കുക? ഒഴിവാക്കുക. ഒഴിവാക്കുമ്പോൾ അവിടെ 3 കാര്യമാണ്. ഒന്ന് മുസ്തദിന മിന്നു, ഏതിൽ നിന്നാ പുറത്താക്കണത്? അത് എന്തുകൊണ്ടാ പുറത്താക്കണത്? ഇല്ല, അതിനാണ് അദാത്തുൽ ഇസ്തിദ്ന എന്ന് പറയാ. ആരെയാണ് പുറത്താക്കണത്? അതിനാണ് എന്തെന്ന് പറയാ? മുസ്തദിന. അപ്പൊ ജാഅൽ ഖൗമു, ഖൗമു വന്നു, ഇല്ലാ സൈദൻ, സൈദ് ഒഴികെ. അപ്പൊ പറയാലെന്താ? ഇല്ല ഹർഫ് ഇസ്തിദ്ന, ഇല്ല ഹർഫ് ഇസ്തിദ്ന, സൈദൻ മുസ്തദിന, മുസ്തദിന. പിന്നെ ഖൗമ് എന്നുള്ളതാണ് എന്ത്? മുസ്തദിന മിൻഹു. മുസ്തദിന മിന്നു, ഇസ്തിദ്ന മുസ്തദിന. ഞാർക്കാ തിരിയാള്? എന്താ തിരിഞ്ഞോ? തിരിഞ്ഞിട്ടില്ലേ? ക്ലിയർ ആകാത്ത ആരെങ്കിലും മന്ദബുദ്ധികളായിരിക്കണ്ടെങ്കിൽ പറഞ്ഞോളി. വെറുതെ ഞാനും ആലിയാപ്പൂന്റെ ആളാന്ന് ഇരിക്കണ്ട. കഴിഞ്ഞില്ലേ? പറഞ്ഞ മനസ്സിലായോ? സീനാക്ക് തിരിഞ്ഞോ? മനസ്സിലായി. അപ്പോ എന്താണ് ഇസ്തിദ്ന? മുമ്പത്തെ സെന്റൻസിൽ നിന്ന് ചിലതിനെ എന്താക്കുക? ഒഴിവാക്കുക. എന്താക്കുക? ഒഴിവാക്കുക. അപ്പൊ അവിടെ അദാത്തുൽ ഇസ്തിദ്ന വേണം. ഇല്ല. ആരെ പുറത്താക്കണത്? മുസ്തദിന. ഏതിൽ നിന്നാ പുറത്താക്കണത്? മുസ്തദിന മിൻഹു. അങ്ങനെ പുറത്താക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ കലാമ് സ്ഥിരീകരണമാണോ, മുസ്ബത്താണോ, മൻഫിയാണോ? കലാമ് മുസ്ബത്താണെങ്കിൽ ഇല്ലന്റെ ശേഷം വരുന്ന നൗണിന് നസ്ബ് എന്താണ്? നിർബന്ധമാണ്. എന്നാൽ കലാമ് മൻഫി ആണെങ്കിലോ ഇല്ലന്റെ ശേഷമുള്ളതിന് ഏതിന്റെ ഇറാബ ഉണ്ടാകുക? മുസ്തദിന മിന്നുന്റെ ഇറാബ ഉണ്ടാകുക. മുസ്തദിന മിന്നു മർഫൂ ആണെങ്കിൽ ഇല്ലന്റെ ശേഷം മർഫൂ. മുസ്തദിന മിന്നു മൻസൂബ് ആണെങ്കിൽ ഇല്ലന്റെ ശേഷം മൻസൂബ്. മുസ്തദിന മിന്നു മജ്റൂർ ആണെങ്കിൽ ഇല്ലന്റെ ശേഷം ഏതാക്കണം? മജ്റൂറാക്കണം. നോക്കിക്കോളി, അതാണ് ഇതിൽ പറയുന്നത്. വൽ ഇസ്തിദ്നാഉ, ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ അൻ തുഖ്രിജ, നീ പുറത്താക്കലാണ്. അൻ തുഖ്രിജ, നീ എന്താക്ക? പുറത്താകല്ല കേട്ടോ. അഖ്റജാണ്. ഖറജ പറഞ്ഞാലാണ് പുറപ്പെട്ടു വന്നത്. ഇത് അഖ്റജാണ്. അഖ്റജാൻ എന്താ? പുറത്താക്കുക. അപ്പൊ വൽ ഇസ്തിദ്നാഉ, ഇസ്തിദ്ന എന്ന് പറഞ്ഞാൽ അൻ തുഖ്രിജ, നീ പുറത്താക്കലാണ്. ഷൈഅൻ, ഒന്നിനെ. മിൻ ജുംലത്തിൻ, സെന്റൻസിൽ നിന്ന് ഒന്നിനെ പുറത്താക്കുക. അൻ തുഖ്രിജ, നീ പുറത്താക്കുക. ഷൈഅൻ, ഒന്നിനെ. മിൻ ജുംലത്തിൻ, എന്തിൽ നിന്ന് പുറത്താക്കുക? സെന്റൻസിൽ നിന്ന്. എങ്ങനത്തെ സെന്റൻസ്? വഖഅത്ത്, ആ സെന്റൻസ് സംഭവിച്ചിട്ടുണ്ട്. ഖബിലൽ ഇസ്തിദ്നാഇ, ഏതിന്റെ മുമ്പ്? ഇസ്തിസ്നാന്റെ മുമ്പ്. ഫജാഅൽ ഖൗമു ഇല്ലാ സൈദൻ, ഇല്ലാ സൈദൻ എന്നുള്ളതിന്റെ മുമ്പാണ് ഏത് സംഭവിച്ചിരിക്കുന്നത്? ജാഅൽ ഖൗമു. മനസ്സിലായോ?
ഇസ്തിത്നാഉ ഇസ്തിത്ന എന്ന് പറഞ്ഞാൽ അൻതുഖ്രിജ നീ പുറത്താക്കുക ഷൈഅൻ ഒന്നിനെ. എന്തിൽ നിന്നാ പുറത്താക്കണത്? മിൻ ജുംലത്തിൻ സെന്റൻസിൽ നിന്ന്. എങ്ങനത്തെ സെന്റൻസ്? വഖഅത്ത് ആ സെന്റൻസ് സംഭവിച്ചിട്ടുണ്ട് ഖബിലൽ ഇസ്തിത്നാഇ ഏതിന്റെ മുമ്പ്? ഇസ്തിസ്നാഇന്റെ മുമ്പ്. ഇസ്തിനാഇന്റെ മുമ്പ്. ആ സംഭവം ശരിയാണ്. ജാഅൽ ഖൗമു ഇല്ലാ സൈദ. അൻതുഖ്രിജ നമ്മുടെ ആരാണ്? ജാഅൽ ഖൗമു ഇല്ലാ സൈദ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൻതുഖ്രിജ നീ പുറത്താക്കി. ആരെ പുറത്താക്കിയത്? ജാഅൽ ഖൗമു ഇല്ലാ സൈദൻ എന്ന് പറയുമ്പോ ആ ഉദാഹരണത്തിൽ ഈ ഷെയ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? സെയ്ദാണ്. ഏതിൽ നിന്നാണ് പുറത്താക്കുന്നത്? ജുംലത്തിൻ ജുംല. ഏതാ ജുംല? ജാഅൽ ഖൗമു. ജാഅൽ ഖൗമു. വഖഅത്ത് ആ ജുംല സംഭവിച്ചിട്ടുണ്ട് ഖബിലൽ ഇസ്തിത്നായി ഇതിനു മുമ്പ്. ഇല്ലന്റെ മുമ്പ്. ഇനി ഇതാ ഇസ്തിത്നാക്ക് കുറെ അക്ഷരമുണ്ട്. ആ ഇസ്തിത്നായിന്റെ അക്ഷരങ്ങൾ അശറത്തുൻ 10 ഇസ്തിത്നാക്ക് എത്ര അക്ഷരമുണ്ട്? 10. എണ്ണിക്കോളി. വഹിയ ഇല്ല, 1 ഇല്ലയാണ്. വൈറ് 2 വൈറാണ്. ശിവ 3 ശിവയാണ്. ഹാഷ 4 ഹാഷയാണ്. വഹല 5ാമത്തത് ഹലയാണ്. വഅദ 6ാമത്തത് അദയാണ്. ഹാഷ ഹല വഅദ. ഏതൊക്കെയാണ്? ഹാഷ വഹല വഅദ. ഇനി അത് മീമ് കൂടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയാ? വമാ അദ വമാ ഹല. അപ്പൊ അദയും അദാത്തുൽ ഇസ്തിത്നാണ്. മാഅദയും ഏതന്നെയാണ്? അദാത്തുൽ ഇസ്തിസ്ന. പറഞ്ഞ് മനസ്സിലായോ? ജാഅൽ ഖൗമു അദാ സൈദൻ എന്നും പറയാം. അല്ലെങ്കിലോ ഇല്ലാ സൈദൻ. അല്ല, ഇല്ലാന്നല്ല. ഈ അദാ എന്നതിൽ തന്നെ ഏത് ചേർത്ത് കൊടുക്കാം? ചേർത്ത് കൊടുത്തിട്ട് പറയാം. അദാ സൈദൻ. അല്ല, അദാ സൈദൻ എന്നും പറയാം. മാ അദാ സൈദൻ എന്നും പറയാം. അപ്പൊ എത്രണ്ണായി? രണ്ടും അർത്ഥം തന്നെയായിരിക്കും ഉസ്താദ്. അർത്ഥം തന്നെയാണ്. അതെ. ഇല്ല, വൈറ്, ശിവ, ആശ, ഹല, അദ, മാഅദ, മാഹല. അപ്പൊ 8 ആയിക്കണേ. ലൈസയാണ്. വലായകൂനു വലായകൂനുവാണ്. അപ്പൊ എത്രണ്ണായി? 10 തേച്ചുണ്ടാവും. നോക്കാട്ടെ. ഇല്ല, വൈറ്, ശിവ, ആശ, ഹല, അദ, മാഅദ, മാഹല, ലൈസ, വലായകൂൻ. 10. ഒക്കെ ഇല്ലനെ ഉപയോഗിക്കുന്നത് പോലെയൊക്കെ അതിനെ ഉപയോഗിക്കാം. പിന്നെ പഠിപ്പിക്കും വിധി ഉണ്ടെങ്കിൽ. ഇതാ പറയണേ. വൈദസ്തതിനൈത നീ ഇസ്തിത്ന ചെയ്താൽ. വൈദസ്തതിനൈത എന്താ? നീ ഇസ്തിത്ന ചെയ്തു. ഇസ്തത്ന, ഇസ്തത്നയാ, ഇസ്തത്നൗ, ഇസ്തത്നൈത, ഇസ്തത്നൈതുമാ, ഇസ്തത്നൈതും, ഇസ്തത്നൈതി, ഇസ്തത്നൈതുമാ, ഇസ്തത്നൈതുന്ന, ഇസ്തത്നൈതു. അപ്പൊ എന്താ അർത്ഥം? ഫൈദസ്തത്നൈത നീ ഇസ്തിത്ന ചെയ്താൽ. മിനൽ മുസ്ബത്തി എന്തിൽ നിന്ന്? എന്തിൽ നിന്ന് ഇസ്തിത്ന ചെയ്തോ? മുസ്ബത്തിൽ നിന്ന്, സ്ഥിരീകരണത്തിൽ നിന്ന് ഇസ്തിത്ന ചെയ്താൽ. നസബ്ത നീ നസ്ബ് ചെയ്തോ. അൽ മുസ്തത്ന ബിഹി ആർക്ക്? മുസ്തത്ന ബിഹിക്ക് നീ നസ്ബ് ചെയ്തോ. അപ്പൊ ഇല്ലന്റെ ശേഷം എന്നീനെ പറയാല് മുസ്തത്ന ബി ആണ്. മുസ്തത്ന മിന്നു, മുസ്തത്ന ബിഹി അദാത്തുൽ ഇസ്തിത്ന. എന്താ പറഞ്ഞത്?
വൈദസ്തതിനൈത നീ ഇസ്തിന ചെയ്താൽ മിനൽ മുസ്ബത്തി മുസ്ബത്തിൽ നിന്ന് നീ ഇസ്തിന ചെയ്താൽ നസബ്ത നീ നസ്ബ് ചെയ്തോ അൽ മുസ്തതിന ബിഹി ആർക്ക് നസ്ബ് ചെയ്തോ മുസ്തതിന ബിഹിക്ക് നസ്ബ് ചെയ്തോ ഏതുപോലെയൊക്കെ കൗലിക നിന്റെ വാക്ക് പോലെ ജാഅനി അൽ ഖൗമു ഇല്ലാ സൈദൻ കേട്ടോ മുസ്ബത്ത ഖൗമ് മുസ്തതിന മിന്നു ഇല്ല അദാത്തുൽ ഇസ്തിന സൈദൻ മുസ്തതിന ബിഹി ഇവിടെ സെന്റൻസ് ഏതാണ് മുസ്ബത്താണ് വന്നു എന്നാണ് അപ്പൊ എന്ത് ചെയ്തു ഇല്ലാ സൈദൻ ആ മുസ്തതിന എന്ത് ചെയ്തു എന്ത് ചെയ്തു നസ്ബ് ചെയ്തു നീ വറഅയ്തുൽ ഖൗമ ഖൗമിനെ ഞാൻ കണ്ടു ഇല്ലാ സൈദൻ ആരൊഴികെ സെയ്ദ് ഒഴികെ അപ്പൊ മുസ്ബത്താണെങ്കിൽ എവിടേക്ക് നോക്കൂല നോക്കൂല മുസ്തദിന മിന്നുവിന്റെ ഇറാബ് കൂടെ പരിഗണിക്കൂല ഇസ്തിദ്നാക്ക് എന്തെന്നെ കൊടുക്കണം നസ്ബന്നെ കൊടുക്കണം ഇതാ വമറർത്തു ഞാൻ നടന്നു ബിൽ ഖൗമി ഒരു ഖൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നു ഇല്ലാ സൈദൻ ആരൊഴികെ സെയ്ദ് ഒഴികെ അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും ഇസ്തിദ്നാക്കിൽ തന്നെ നസ്ബന്നെ കിട്ടിയേ എന്നാൽ മുസ്തദിന മിന്നൂന് ഇറാബ് വ്യത്യസ്തമാണ് ആദ്യം പറഞ്ഞിടത്ത് മർഫൂ ആണ് രണ്ടാമത് പറഞ്ഞിടത്ത് മൻസൂബാണ് മൂന്നാമത് പറഞ്ഞിടത്തോ മുസ്തദിന മിന്നൂന്റെ ഇറാബ് ഏതാ മജ്റൂറാണ് ഖാല അല്ലാഹു തആല അല്ലാഹ് പറഞ്ഞു വശരിബൂ മിന്നു ഇല്ലാ ഖലീലാ അതൊരു ആയത്താണ് അവർ കുടിച്ചു മിൻഹു ആ വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചു ഇല്ല ഖലീല കുറച്ചാളുകൾ ഒഴികെ കണ്ടങ്ങള് ഇല്ല ഖലീല ഏതാ മുസ്തദിന എന്ന് അറിയോ ശരീബു ഏതാ അദാത്തുൽ ഇസ്തിദ്ന ഇല്ല ഏതാ മുസ്തദിന ബിഹി ഖലീല അതാ നസ്ബ് ചെയ്തു ഇനി നേരെ ഒക്കുമ്പോ നേരത്തെ പറഞ്ഞതിനെതിരെ വൈനിസ്തതിനൈത നീ ഇസ്തതിന ചെയ്താൽ മിനൽ മംഫി ഏതിൽ നിന്ന് നിരാകരണത്തിൽ മംഫിയിൽ നിന്ന് നീ ഇസ്തതിന ചെയ്താൽ അജ്റൈതഹു ആ മുസ്തദിന ബിഹിനെ നീ നടത്തിക്കോ അലൽ ബദലി ബദലിന്റെ മേലിൽ നടത്തിക്കോ എന്താ ബദലിന്റെ മേലിൽ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ മംഫി ആണെങ്കിൽ മുസ്തദിന മിന്നൂന് റഫ ആണെങ്കിൽ മുസ്തദിന ബിക്കും എന്ത് വേണം റഫ വേണം മുസ്തദിന മിന്നൂന് നസ്ബ് ആണെങ്കിൽ മുസ്തദിന ബിക്കും എന്ത് വേണം നസ്ബ് വേണം മുസ്തദിന ബിക്ക് ജറാണെങ്കിൽ മുസ്തദിന ബിക്കും എന്ത് വേണം ജറ് വേണം നോക്കോളി അതാ വൈനിസ്തതിനൈത നീ ഇസ്തതിന ചെയ്താൽ മിനൽ മംഫി മംഫിയായ കലാമിൽ നിന്ന് നീ ഇസ്തതിന ചെയ്താൽ അജ്റൈതഹു നീ അതിനെ നടത്തിക്കോ അലൽ ബദലി ബദലിന്റെ മേലിൽ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ യോജിക്കണം മുബദല മിന്നൂനോട് ഇറാബിൽ യോജിക്കണം മുസ്തദിന മിന്നൂന്റെ അതേ ഇറാബ് തന്നെയാണ് ആർക്കുണ്ടാകുക നോക്കോളി തഖൂലൂനി പറഞ്ഞോ മാ ജാഅനിൽ ഖൗമു ഖൗമു വന്നിട്ടില്ല ഇല്ലാ സൈദുൻ സൈദ് ഒഴികെ കണ്ടങ്ങള് സെന്റൻസ് നഫിയായപ്പോ ഏതാ മുസ്തദിന മിന്നു ഖൗമു അപ്പൊ ഖൗമുന്റെ അതേ ഇറാബ് ആർക്ക് വേണം സൈദിന് വേണം റഫ കൊണ്ട് ഞാൻ വമാ റഅയ്തുൽ ഖൗമ ഖൗമിനെ ഞാൻ കണ്ടിട്ടില്ല ഇല്ലാ സൈദൻ ആരൊഴികെ സൈദ് ഒഴികെ കേട്ടോ അവിടെ മുസ്തദിന മിന്നൂന് നസ്ബായപ്പോ
മുസ്തദ്നാ ബിക്കും എന്തായി? നസ്ബായി ബിൻ നസ്ബി. നസ്ബായി ബിൻ നസ്ബി. നസ്ബ് വമാ മറർത്തു ഞാൻ നടന്നിട്ടില്ല ബിൽ കൗമി ഒരു കൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നിട്ടില്ല ആരൊഴികെ സെയ്ദ് ഇല്ല സെയ്ദ് ഇല്ല സെയ്ദിൻ സൈദിൻ. സൈദിൻ കാരണം ബിൽ കൗമി അറിഞ്ഞ മുസ്തദ്നാ മിന്നൂന് ജറാണ്, അപ്പൊ ഇതിനും ജറ് വേണം. മുസ്തസ്ന കുല്ലുഹ അലൽ ബദലി ഇതൊക്കെ ബദല് എന്നുള്ള തർക്കീബിന്റെ മേലാ നടക്കുന്നത്. ഇതാണ് ബദൽ വന്നാൽ എന്ത് വേണം? മുബദല് മിൻഹു മിന്നു വേണം എന്ന് പറഞ്ഞാൽ മാ ജാഅനിൽ ഖൗമു ഇല്ലാ സൈദുൻ. അപ്പൊ ഈ സൈദ് എന്നുള്ളത് ഏതിൽ നിന്ന് ബദലാണ്? ഖൗമിൽ നിന്ന് ബദല ബദലാണ്. ബദലിന് എന്തിന്റെ ഇറാബ് വേണം? ബദലിന് എന്തിന്റെ ഇറാബ് വേണ്ടേ? മുബദല മിൻഹുന്റെ മുബദല മിന്നുന്റെ ഇറാബ് വേണം. ഇനി നോക്കിക്കോളി, അതാ കുല്ലുഹ ഇവകളൊക്കെ അലൽ ബദലി ബദലി എന്ന നിലക്കാണ് ഇതൊക്കെ നടക്കുന്നത്. വൗവൽ ഇഖ്തിയാറു അതാണ് പ്രബലമായ അഭിപ്രായം. അതാണ് പ്രബലമായ അഭിപ്രായം. ഏത് ഏത് കലാമ് മംഫി ആണെങ്കിൽ മുസ്തദ്നാ മിന്നൂന്റെ അതേ ഇറാബ് തന്നെ ആർക്ക് വേണം? മുസ്തസ്ന മിൻഹു മുസ്തസ്ന ബിഹി വേണം. അതാണ് ഏത് പ്രബലമായ ഇഖ്തിയാർ അഭിപ്രായം. അതാണ് പറഞ്ഞത്. എന്നാൽ ആ പ്രബലമായ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടൊരു അഭിപ്രായം ഉണ്ട്. എന്നാൽ ഇവകളിൽ ജായിസാണ് ദൂനൽ ബദലി ബദലല്ലാതെ നസ്ബുൻ ചെയ്യാം. അപ്പൊ എങ്ങനെ പറയേണ്ടി വരും? മാ ജാഅൽ ഖൗമു ഇല്ലാ സെയ്ദൻ ഇല്ലാ സൈദൻ മാ റഅയ്തുൽ ഖൗമ ഇല്ലാ സെയ്ദൻ. അവിടെ എല്ലായിടത്തും നസ്ബ്. ഒന്നാമത്തെ നിയമം മാറി മുസ്ബത്തിന്റെ. ഒന്നാമത്തെ നിയമം എന്തേനി? മുസ്തദ്നാ മിന്നൂന്റെ അതേ ഇറാബ് കൊടുക്കണം. അതാണ് പ്രബലമായ അഭിപ്രായം. അവിടെ ഒരു ബലഹീനമായ ഒരു അഭിപ്രായം ഉണ്ട്. അതെന്താ? മംഫി ആണെങ്കിൽ മുസ്തദ്നാ ബിക്ക് എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. ഏതിലേക്ക് നോക്കൂല? ഏതിലേക്ക് നോക്കൂല? മുസ്തദ്നാ മിന്നുവിലേക്ക് നോക്കൂല. പറയണേ തിരിയുന്നുണ്ടോ? തിരിഞ്ഞില്ലേ? ക്ലിയർ അവസ്ഥ. അതാ പറയണത്. വയജൂസു നസ്ബു കലാമ് മംഫിയാണെങ്കിൽ നസ്ബ് അനുവദനീയമാണ്. ഫീഹിന്ന മേൽപ്പറയപ്പെട്ട ഉദാഹരണങ്ങളിൽ ദൂനൽ ബദലി. അപ്പൊ ഏതല്ല? ബദലില്ല. ഖാലല്ലാഹു തആല അല്ലാഹ് പറഞ്ഞു വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതുക ഇല്ലാ ഇംറഅതക. അവിടെ രണ്ട് ഓത്തുണ്ട്, നോക്കിക്കോളി. വലാ യൽതഫിത് തിരിഞ്ഞു നോക്കരുത്, മിൻകും എന്താർത്ഥം? നിങ്ങളിൽ നിന്ന് എന്താക്കരുത്? തിരിഞ്ഞു നോക്കരുത്. അഹദുൻ ഒരാളും ആരൊഴികെ ഇല്ലംറഅതക. ആദ്യം പറഞ്ഞ പ്രകാരം എങ്ങനെ വായിക്കേണ്ടിയിരുന്നു? ഇംറഅതുക. എന്നാൽ അവിടെ വേറെ അഭിപ്രായം ഉണ്ട്. എങ്ങനെ വായിക്കാം? ഇംറഅതക എന്ന് വായിക്കാം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? കലാമ് മംഫി ആണെങ്കിൽ ആ മുസ്തദ്നാ മിന്നൂനോട് എന്താക്കണം? ഇറാബില് എന്താക്കണം? തുടർത്തണം. അതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ വേറെ ചില ആളുകൾ പറയണ എന്താ? അവിടെ തുടർത്തേണ്ടതില്ല, പിന്നെ എന്ത് കൊടുത്താൽ മതി? എല്ലാത്തിനും നസ്ബ് ചെയ്താൽ മതി. അവിടെ
നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ ഇത് പ്രധാനപ്പെട്ടൊരു ഇത് മനസ്സിലാക്കി വെച്ചോളി, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ഇതിനുവേണ്ടി നമുക്ക് തൊഴുപ്പം ഓതി വെക്കണം. തൊഴുപ്പ പദ്യമായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. പദ്യങ്ങളാ. ഞങ്ങളിപ്പോ ഈ അവസാനം ഓതിയ ഖുറാനിലെ ആയത്തില് പിന്നെ മുസ്തസ്ന മിൻഹു അഹദുൻ, അതെ, അതാണ് മുസ്തസ്ന മിൻഹു. ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞതിനനുസരിച്ചിട്ട് ഇല്ലംറഅത്തു എന്ന് ഓതണം. കാരണം ബദലല്ലേ, റഫിൽ യോജിക്കണം. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം മംഫി ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? മുസ്തദ്നാബിക്ക് എന്ത് ചെയ്താൽ മതി? നസ്ബ് ചെയ്താൽ മതി. പദ്യം നല്ല രസം ഉണ്ടാവും. നിങ്ങൾ ഈ ഉറക്കം തൂങ്ങിയാളാണ് പകുതി ആളുകളും. ഇതൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ചുറുചുറുക്കുമാണ് പഠിക്കണമല്ലോ. ഇങ്ങനെ മയ്യത്തിന്റെ അടുത്ത് ഇരിക്കണ മാതിരി ആട്ടോ അല്ല അനക്കോ അല്ല യാനഫ്സി കിയാമട്ടോ വെച്ച് അങ്ങനെ ഇരിക്കുക. ശരി, അസ്സലാമു അലൈക്കും.